ഹലോ. EVSന്റെ PA2 അല്ലെങ്കിൽ PT2 എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ റിവിഷൻ പോലെ ഒരു സാമ്പിൾ പേപ്പർ ഇവിടെ ഡിസ്കസ് ചെയ്യാണ്. നിങ്ങൾ ബുക്കിൽ തന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പഠിക്കുക. അതിനുശേഷം ഈ ഒരു സാമ്പിൾ പേപ്പറും കൂടി സ്വന്തമായിട്ട് ചെയ്തു നോക്കാം. ആദ്യം തന്നെ എല്ലാത്തിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം മാത്രം ആൻസേഴ്സുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ. First question, observe the given pictures and write their names. നിങ്ങളുടെ EVS ബുക്കിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ചിത്രവും ശരിക്കും നോക്കി മനസ്സിലാക്കി അതിൻ്റെ പേരുകളും എന്താണെന്ന് പഠിച്ചു വെക്കണം. ബിക്കോസ് ഈ ഒരു സെക്ഷനിൽ ബുക്കിൽ നിന്നുള്ള പിക്ചേഴ്സ് ആണ് വരിക. ഫസ്റ്റ് പിക്ചർ കണ്ടാൽ അറിയാം എന്താണിത്? കോക്കനട്ട് വാട്ടർ. സെക്കൻഡ് പിക്ചറിൽ ഒരു കുട്ടിയും ഒരു ഗ്രാൻഡ് മദറും കൂടി ഇരുന്നിട്ട് എന്തോ ഒരു ഗെയിം കളിക്കുകയാണല്ലേ. ഈ ഗെയിമിന്റെ പേരെന്താ? ചെസ്. ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. ഇതാണ് ക്യാരം ബോർഡ്. ഇവിടെ ഒരു കുട്ടി കുളിക്കുകയാണ്, ബേത്തിങ്. ഇതൊരു earthen പോട്ടാണ്, വെള്ളം സ്റ്റോർ ചെയ്യുന്ന സുരാഹി എന്ന് ഹിന്ദിയിൽ പറയുന്ന earthen പോട്ടാണിത്. ഇത് ഫ്രൂട്ട്സ് ആണല്ലേ. ഡ്രോ എനി ടു സോഴ്സസ് ഓഫ് വാട്ടർ. സോഴ്സസ് ഓഫ് വാട്ടർ, നമുക്ക് എവിടെ നിന്നൊക്കെയാണ് വെള്ളം കിട്ടുന്നത്, എവിടെയൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വെള്ളം അവൈലബിൾ ആയിരിക്കുന്നത്, അതാണ് സോഴ്സസ് ഓഫ് വാട്ടർ. നിങ്ങൾക്ക് ചുറ്റും പലതരം സോഴ്സസ് ഉണ്ട്. എന്തൊക്കെയാണ്? റിവർ, വെൽ, ലേക്ക്, പോണ്ട്, സ്പ്രിങ്സ്, പിന്നെ ഗ്രൗണ്ട് വാട്ടർ, അങ്ങനെ പല പല സോഴ്സസ്. ഇതിൽ ഏതെങ്കിലും രണ്ട് സോഴ്സിന്റെ ചിത്രങ്ങൾ വരയ്ക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ റിവറിന്റെ ചിത്രം വരയ്ക്കാം. ഇവിടെ ഒരു റിവർ ഉണ്ട്, അല്ലെങ്കിൽ അതൊരു സെപ്പറേറ്റ് പോണ്ടായിട്ട് പോണ്ടിന്റെ ചിത്രം വരയ്ക്കാം. എന്നിട്ട് കളർ ചെയ്യും ഒക്കെ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ വെല്ലിന്റെ ചിത്രം വരയ്ക്കാം. Which of the following places is considered a safe area to play? Tick the correct option. നിങ്ങളുടെ ബുക്കിൽ ഇതേപോലത്തെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇനിയും ചിത്രങ്ങളുണ്ട്, അതും നന്നായി നോക്കി മനസ്സിലാക്കണം. ഫസ്റ്റ് വൺ, a busy road. അത് സേഫ് ആണോ? നോ, ഇറ്റ് ഇസ് അൺസേഫ്. അതിനുശേഷം പാർക്ക്. യെസ്, ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് സേഫ് ടു പ്ലേ. റൈറ്റ് ട്രൂ ഓർ ഫാൾസ്. വാട്ടർ സ്റ്റോർഡ് അണ്ടർഗ്രൗണ്ട് ക്യാൻ കം ഫ്രം റെയിൻ വാട്ടർ. അണ്ടർഗ്രൗണ്ട് വാട്ടർ റെയിൻ വാട്ടറിൽ നിന്നാണോ വരുന്നത്? അതെ, ഇറ്റ് ക്യാൻ കം ഫ്രം റെയിൻ വാട്ടർ. അത് ട്രൂ ആണ്. ഓക്കെ. People in all parts of the country eat exactly the same food. ആണോ? No, it is false. Playing outdoors and exercising regularly helps to keep our minds and bodies healthy. True. People in some places still need to carry water from rivers or wells. True. Name any two foods we eat during winter. വിന്റർ മന്തിൽ കഴിക്കുന്ന ഫുഡ്സ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ടാവും. ഏതൊക്കെ ഫുഡാണ് വിന്ററിൽ കഴിക്കുന്നത്, ഏതൊക്കെ ഫുഡാണ് സമ്മറിൽ കഴിക്കുന്നതെന്ന്. വിന്ററിൽ മോസ്റ്റ്ലി ഹോട്ട് സൂപ്സ് അല്ലെങ്കിൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അങ്ങനെ പല ഫുഡും കഴിക്കും. ഓക്കെ, നിങ്ങൾ എന്താണോ കഴിക്കുന്നത് അത് നിങ്ങൾ എഴുതുക. നെയിം ടു വെസൽസ് യൂസ് ടു സ്റ്റോർ വാട്ടർ ഇൻ ദ പാസ്റ്റ്. പണ്ട് കാലങ്ങളിൽ വെള്ളം സ്റ്റോർ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഏതെങ്കിലും രണ്ട് വെസലിന്റെ പേര് കൊടുക്കാം. എർത്തൻ പോട്ട്സ്. മുമ്പ് എർത്തൻ പോട്ട്സും കോപ്പർ വെസൽസും ഒക്കെ ആയിരുന്നു മെയിൻ ആയിട്ട് വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴോ? ഇപ്പൊ പ്ലാസ്റ്റിക് പാത്രങ്ങളും സ്റ്റീൽ പാത്രങ്ങളും ഒക്കെയാണല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എഴുതാം കേട്ടോ. ക്ലാസിഫൈ ദ ഫോളോയിങ് ഫുഡ് ഐറ്റംസ് ആസ് പ്ലാന്റ് പ്രൊഡക്റ്റ് ഓർ ആനിമൽ പ്രൊഡക്ട്സ്. ഇവിടെ തന്നിരിക്കുന്നത് മിൽക്ക്, ചീസ്, ഫ്രൂട്ട്സ്, ഗ്രെയിൻസ് ആണ്. ഇതിൽ ഏതൊക്കെയാണ് ആനിമൽ പ്രൊഡക്ട്സ്, ഏതൊക്കെയാണ് മിൽക്ക് പ്രൊഡക്ട്സ് എന്ന് ക്ലാസിഫൈ ചെയ്യണം. ഫസ്റ്റ്, ഇതിൽ ഏതൊക്കെയാണ് പ്ലാന്റ് പ്രൊഡക്ട്സ് ഉള്ളത്? ഫ്രൂട്ട്സ്, ഗ്രെയിൻസ്. ഫ്രൂട്ട്സും ഗ്രെയിൻസും പ്ലാന്റ് പ്രൊഡക്ട്സ് ആണ്. ആനിമൽ പ്രൊഡക്റ്റ് മിൽക്ക് ആൻഡ് ചീസ് രണ്ടും ആനിമൽസിൽ നിന്നാണ് കിട്ടുന്നത്. Fill in the blanks. The champion advised Shirin to eat a dash diet. എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? ബാലൻസ്ഡ് ഡയറ്റ് അല്ലേ? ചാമ്പ്യൻ advised Shirin to eat a balanced diet to stay strong and healthy.
Surya and Barka learned that water in their taps come from a dash on the roof. റൂഫിലുള്ള എന്തിലായിരുന്നു വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നത്? ടാങ്ക്. ആ ടാങ്കിൽ നിന്നാണ് ടാപ്പിലേക്ക് വെള്ളം വരുന്നത്. We need to drink water regularly, especially in dash weather. എങ്ങനെയുള്ള വെതറിലാണ് കൂടുതൽ വെള്ളം നമ്മൾ കുടിക്കുക? ഹോട്ട് വെതർ അല്ലേ? Moina's Dadu uses a dash twig to clean his teeth. Neem twig അല്ലെങ്കിൽ ബബൂൾ ട്വിഗ് ഒക്കെയായിരുന്നു മോയിനാസ് ദാദു ഉപയോഗിച്ചിരുന്നത്. Water is a precious gift that comes down as dash from the sky. സ്കൈയിൽ നിന്ന് എന്ത് ഫോമിലാ വെള്ളം വരിക? ആസ് റെയിൻ അല്ലേ? Dash helps our heart to work better and keeps us fit. Exercise. Exercise help our heart to work better and keeps us fit. How can we reuse water after washing hands? കൈ കഴുകിയതിന് ശേഷമുള്ള വെള്ളം വേറെ എന്തൊക്കെ ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം? അത് കുടിക്കാനൊന്നും പറ്റില്ല അല്ലേ? കാരണം അത് ഡേർട്ടി ആയിട്ടുണ്ടാവും. എന്നാൽ അത്രയും ക്ലീൻ വാട്ടർ ആവശ്യമില്ലാത്ത ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ആ വെള്ളം നമുക്ക് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ക്ലീനിങ് ഫ്ലോർസ്, ഫ്ലഷിംഗ് ടോയ്ലറ്റ്സ്, വാട്ടറിംഗ് പ്ലാന്റ്സ് എക്സെട്ര. ഇതല്ലാതെയും നിങ്ങൾക്ക് നിങ്ങളുടേതായ പോയിന്റ്സ് എഴുതാം. വാട്ട് ഈസ് എ ബാലൻസ്ഡ് ഡയറ്റ്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ബാലൻസ്ഡ് ഡയറ്റ്. എന്തായിരുന്നു അതിൻ്റെ ഒരു ഡെഫിനിഷൻ കൊടുത്തിരുന്നത്? A balanced diet is a food that has the right amount of nutrients. എന്തൊക്കെയാണ് ഫുഡിൽ നമുക്ക് കിട്ടുന്ന ന്യൂട്രിയൻസ്? Like carbohydrates, protein, fats, vitamins and minerals to keep us healthy and strong. എല്ലാം റൈറ്റ് എമൗണ്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഫുഡിനാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ അവസാനിക്കുകയാണ്. ഇതൊരു പാറ്റേൺ മാത്രമാണ്. ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ടീച്ചർ എഴുതി തന്നിട്ടുണ്ടാവും അല്ലേ? അപ്പൊ എല്ലാം നന്നായി പഠിക്കുക, മനസ്സിലാക്കുക, എക്സാം എഴുതുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ.